മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് യാക്കോബിൻ്റെ ഏറ്റവും ഇളയ പുത്രനും 12-ാമനുമായ ബെഞ്ചമിൻ്റെ ജീവിതം വിലയിരുത്താം. യാക്കോബിൻ്റെ പ്രിയ പത്നി റാഹേലിന് ജനിച്ച 2-ാമത്തെ മകനായിരുന്നു അവൻ. ബെഞ്ചമിൻ്റെ ജനനം സന്തോഷകരവും അതേസമയം ദാരുണവുമായിരുന്നു. താൽക്കാലിക വന്ധ്യത മൂലമുണ്ടായ റാഹേലിൻ്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവളുടെ ആദ്യജാതൻ ജനിച്ചപ്പോൾ അവൾ കർത്താവ് എനിക്ക് മറ്റൊരു മകനെ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന് ജോസഫ് എന്ന് പേരിട്ടു. ദീർഘകാലം വീണ്ടും വന്ധ്യയായി തുടർന്ന ശേഷം റാഹേലിന് ബെഞ്ചമിൻ ജനിച്ചപ്പോൾ അത് അവളുടെ ആ തീവ്രമായ ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലപ്രാപ്തിയായിരുന്നു. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾ 12 ആകും വിധം പുത്രന്മാരുടെ എണ്ണം പൂർത്തിയാക്കുന്ന ഒരു അനുഗ്രഹ നിമിഷമായിരുന്നു അത്. എങ്കിലും റാഹേൽ പ്രസവിക്കുമ്പോൾ ഉണ്ടായ അവളുടെ മരണം സന്തോഷത്തിൽ ദുഃഖം കലർത്തി. അങ്ങനെ യാക്കോബിന് ഒരു മകനെ കൂടി നേടിയതിൻ്റെയും ഇഷ്ടഭാര്യയെ നഷ്ടപ്പെട്ടതിൻ്റെയും ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലായി ബെഞ്ചമിൻ മാറി. പിന്നീട് യാക്കോബ് ആ പ്രിയ മകനെ ഏറെ കരുതലോടെ സംരക്ഷിച്ചതിൽ അതിശയിക്കാനില്ല. ഏറെ കാത്തിരിപ്പിന് ശേഷം ജനിച്ച തൻ്റെ 2-ാമത്തെ പുത്രന് എൻ്റെ ദുഃഖത്തിൻ്റെ മകൻ അഥവാ ബെൻ ഓനി എന്ന പേരാണ് റാഹേൽ നൽകിയത്. അത് ആഴത്തിലുള്ള അർത്ഥം നിറഞ്ഞതായിരുന്നു. തൻ്റെ കഠിന വേദനയുടെ നടുവിൽ ജനിച്ചതിനാലും ആ കുഞ്ഞിനെ വളർത്താൻ താൻ ജീവിച്ചിരിക്കില്ല എന്ന ദുഃഖത്താലും ബെൻ ഓനി ആ പേര് പ്രസക്തമായിരുന്നു. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം യാക്കോബിൻ്റെ പ്രിയ ഭാര്യയെ നഷ്ടപ്പെട്ടപ്പോൾ ജനിച്ച ദുഃഖത്തിൻ്റെ സന്തതിയാണ് ബെൻ ഓനി എന്ന ആ പേര് അവനെ ഓർമ്മിപ്പിച്ചു. ബൈബിളിൽ ഒരുവന് പേര് നൽകുന്നത് ആകസ്മിക തിരഞ്ഞെടുപ്പായിരുന്നില്ല. മാതാപിതാക്കളുടെ വിശ്വാസം, ജനന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവി, ദൗത്യം ഇവ പ്രകടിപ്പിക്കും വിധമായിരുന്നു പേരുകൾ നൽകിയിരുന്നത്. അങ്ങനെ കുട്ടിയുടെ വ്യക്തിത്വവും ഭാവിയും പേരുകൾ സൂചിപ്പിച്ചിരുന്നു. ബെന്നോനി എന്ന പേര് റാഹേലിൻ്റെ സന്താന ലബ്ധിയുടെ വിജയമായിട്ടല്ല, മറിച്ച് കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതിഫലനമായിരുന്നതിനാൽ യാക്കോബ് ആ പേരിന് മാറ്റം വരുത്തി. അദ്ദേഹം ആ കുഞ്ഞിന് എൻ്റെ വലത് കൈയുടെ മകൻ എന്ന അർത്ഥം വരുന്ന ബെഞ്ചമിൻ എന്ന പേര് നൽകിക്കൊണ്ട് അവൻ്റെ നാമം പ്രത്യാശയുടെയും ശക്തിയുടെയും പ്രകടനമാക്കി മാറ്റി. അങ്ങനെ ആ കുട്ടിയുടെ ജീവിതം ദുഃഖത്തിൽ ബന്ധിതമാകാതെ അനുഗ്രഹത്തിന് വാഗ്ദാനമാക്കി പുനർനാമകരണം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 18-ാം വാക്യം. ബൈബിളിൽ വലത് കൈ ശക്തമായ ഒരു പ്രതീകമാണ്. കാരണം യോദ്ധാക്കൾ യുദ്ധം ചെയ്യുന്നത് വലത് കൈ കൊണ്ടാണ്. ഒരു രാജാവ് തൻ്റെ 2-ാം സ്ഥാനികനെയോ ഏറ്റവും വിശ്വസ്തനായ ഒരാളെയോ തൻ്റെ വലതുവശത്താണ് ഇരുത്തുക. ഇത് അധികാരത്തിനെയും ആദരവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. യാക്കോബ് തൻ്റെ മകന് ബെഞ്ചമിൻ എന്ന് പേരിടുന്നതിലൂടെ അദ്ദേഹത്തിന് കുടുംബത്തിനുള്ളിൽ മാന്യതയും പ്രത്യേക ബഹുമതിയും നൽകി. വലത് സ്ഥാനം അടുപ്പത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു. മർക്കോസ് 16:19. അതിനാൽ ബൈബിൾ പശ്ചാത്തലത്തിൽ വലത് കൈയുടെ പുത്രൻ എന്നതിനർത്ഥം ശക്തിയുടെയും ബഹുമാനത്തിൻ്റെയും പ്രീതിയുടെയും അടുപ്പത്തിൻ്റെയും മകൻ എന്നാണ്. ദുഃഖത്തെ അനുഗ്രഹമാക്കി മാറ്റാനും കുടുംബത്തിലും ദൈവമുമ്പാകെയും തൻ്റെ അതുല്യമായ മാന്യത എടുത്തു കാണിക്കാനുമാണ് യാക്കോബ് ബെഞ്ചമിന് ഈ പേര് നൽകിയത്. ബെഞ്ചമിൻ്റെ പേര് അവൻ്റെ ഭാവിയുടെ പ്രവചനമായി മാറി. യാക്കോബ് ഏറ്റവും ഇളയവനായ ബെഞ്ചമിനെ പ്രത്യേക അടുപ്പത്തോടെ സ്നേഹിച്ച് പരിപാലിച്ചു. അവനെ തൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അകറ്റി നിർത്താൻ അദ്ദേഹം വിസമ്മതിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങൾ മരുഭൂമിയിൽ പാളയമടിച്ചപ്പോൾ ബെഞ്ചമിൻ്റെ ഗോത്രം ദൈവത്തിൻ്റെ സമാഗമ കൂടാരത്തിന് സമീപമായി ദൈവസാന്നിധ്യം അനുഭവിച്ച് പാളയമടിക്കുകയും മാർച്ച് ചെയ്യുകയും ചെയ്തു. സംഖ്യയുടെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം. പിന്നീട് മോശയുടെ അനുഗ്രഹത്തിൽ ബെഞ്ചമിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: കർത്താവിന് പ്രിയപ്പെട്ടവൻ, അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു. അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വലയം ചെയ്യും. അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസമുറപ്പിക്കും. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 12-ാം വാക്യം. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് വസിക്കുന്ന ഗോത്രമായിരുന്നു ബെഞ്ചമിൻ. അവൻ്റെ ഗോത്രത്തിൽ നിന്നാണ് ശക്തിയും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ സാവൂൾ വന്നത്. അങ്ങനെ ബെഞ്ചമിൻ എന്ന പേര് യാക്കോബിന് ഒരു പ്രത്യാശ മാത്രമായിരുന്നില്ല, അത് ഒരു പ്രവചന ദർശനമായിരുന്നു.
ദുഃഖത്തിനായി മാത്രം ഓർമ്മിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന് പകരം യാക്കോബ് തൻ്റെ മകന് ശക്തിയുടെയും ബഹുമാനത്തിൻ്റെയും ദൈവത്തോടുള്ള അടുപ്പത്തിൻ്റെയും ഒരു വ്യക്തിത്വം നൽകി. പലപ്പോഴും ബൈബിളിൽ കുട്ടികൾക്ക് പേരിട്ടിരുന്നത് അമ്മയായിരുന്നു. കാരണം ജനനത്തിൻ്റെ അനുഗ്രഹവും പ്രസവവേദനയും അവൾക്ക് ഏറ്റവും ആഴത്തിൽ അനുഭവപ്പെടുന്നു. യാക്കോബിൻ്റെ മക്കൾക്ക് ലേയായും റാഹേലുമാണ് പേരിട്ടിരുന്നത്. ഓരോ പേരും അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും പ്രതീക്ഷകളെയും വികാരങ്ങളെയും പ്രതിഫലിപ്പിച്ചിരുന്നു. യഹോവ എൻ്റെ ദുരിതം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ലിയ തൻ്റെ ആദ്യജാതന് റൂബൻ എന്ന് പേരിട്ടു. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 32 വാക്യം. യഹോവ എനിക്ക് മറ്റൊരു മകനെ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റാഹേൽ തൻ്റെ ആദ്യജാതന് ജോസഫ് എന്ന പേരാണ് നൽകിയത്. ഉൽപ്പത്തി 30:24. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനുള്ള നന്ദിയുടെയും സാക്ഷ്യത്തിൻ്റെയും പ്രകടനം കൂടിയായിരുന്നു ആ പേരുകൾ. കുട്ടിക്ക് പേരിടാനുള്ള അവകാശം പിതാവിനും ഉണ്ടായിരുന്നു. കുട്ടിയിൽ ദൈവിക ഉടമ്പടിയുടെ തുടർച്ച സ്ഥിരീകരിക്കുന്നതിനായി പിതാവ് ഈ അധികാരം പ്രയോഗിച്ചിരുന്നു. യാക്കോബ് തൻ്റെ അവസാന മകന് അവൻ്റെ അമ്മ നൽകിയ പേര് മാറ്റി. പ്രസവ സമയത്ത് റാഹേൽ അവനെ എൻ്റെ ദുഃഖത്തിൻ്റെ മകൻ എന്ന അർത്ഥത്തിൽ ബെന്നോനി എന്ന് വിളിച്ചെങ്കിലും തൻ്റെ മകന് ഒരു ദുരന്തനാമം നിലനിർത്താൻ യാക്കോബ് വിസമ്മതിച്ചു. പകരം അവനെ വലതുകൈയുടെ മകൻ എന്ന അർത്ഥത്തിൽ ബെഞ്ചമിൻ എന്ന് യാക്കോബ് പുനർനാമകരണം ചെയ്തു. അത് ശക്തിയുടെയും ബഹുമാനത്തിൻ്റെയും ഒരു സ്ഥാനപ്പേരാണ്. ഈ രീതിയിൽ യാക്കോബ് തൻ്റെ പ്രിയ ഇളയ മകന് ദുഃഖകരമായ ഒന്നിന് പകരം പ്രത്യാശയുടെ ഭാവി നൽകി. ബൈബിളിൽ പല പിതാക്കന്മാരും അവരുടെ പുത്രന്മാർക്ക് പേരിടുന്നതായി കാണാം. യൂദാ തൻ്റെ 3 പുത്രന്മാർക്ക് ഏർ, ഓനാൻ, ഷേല എന്നീ പേരുകൾ നൽകി. ദാവീദ് തൻ്റെ മകന് സോളമൻ എന്ന് പേരിട്ടു. എന്നിരുന്നാലും പ്രവാചകനായ നാഥാൻ അവന് യഹോവയ്ക്ക് പ്രിയപ്പെട്ടവൻ എന്ന ജദീദിയ എന്ന പേര് നൽകി. പുതിയ നിയമത്തിൽ സക്കറിയ തൻ്റെ മകന് യോഹന്നാൻ എന്ന് പേരിട്ടുകൊണ്ട് ദൂതൻ്റെ നിർദ്ദേശം നടപ്പിലാക്കി. ദൈവം തന്നെ നേരിട്ട് നാമകരണം ചെയ്ത കുട്ടികൾ ഉണ്ടായിരുന്നുവെന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇസഹാക്ക്, സ്നാപകന് യോഹന്നാൻ, ക്രിസ്തുവിന് യേശു എന്നീ ദൈവം നൽകിയ പേരുകൾ രക്ഷാചരിത്രത്തിൽ അവരുടെ പ്രത്യേക ദൗത്യം കാണിക്കുന്നവയാണ്. യഹൂദ പാരമ്പര്യങ്ങളും ബെഞ്ചമിൻ്റെ നാമകരണത്തിന് ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. യാക്കോബിൻ്റെ സഹോദരൻ ഏശാവിൻ്റെ മുമ്പിൽ കുമ്പിടാതിരുന്ന യാക്കോബിൻ്റെ ഏക മകൻ ബെഞ്ചമിനായിരുന്നു. കാരണം അവൻ അതിന് ശേഷമാണ് ജനിച്ചത്. റബ്ബിമാരുടെ അഭിപ്രായത്തിൽ ഇത് ബെഞ്ചമിന് ഒരു അതുല്യമായ അന്തസ്സ് നൽകി. റബ്ബിമാർ ബെഞ്ചമിൻ്റെ പേരിനെ ദേവാലയവുമായി ബന്ധിപ്പിച്ച് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ തോളുകൾക്കിടയിൽ വസിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ട് മോശ ബെഞ്ചമിൻ്റെ ഗോത്രത്തെ അനുഗ്രഹിച്ചു. നിയമാവർത്തന പുസ്തകം 33 അധ്യായം 12 വാക്യം. ജെറുസലേമും ദേവാലയവും ഭാഗികമായി ബെഞ്ചമിൻ്റെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ റബ്ബിമാർ ഇത് തൻ്റെ പിതാവിൻ്റെ പ്രത്യാശാപൂർവകമായ പുനർനാമകരണത്തിൻ്റെ നിവൃത്തിയായി കണ്ടു. വലതുകൈയുടെ പുത്രനായ ബെഞ്ചമിൻ ദൈവിക സാന്നിധ്യത്തിൻ്റെ വിശ്രമസ്ഥലം വഹിക്കുന്ന ആദരണീയ ഗോത്രമായി മാറി. അങ്ങനെ ബൈബിളിലും പാരമ്പര്യത്തിലും നാമകരണം ഒരു മാനുഷികവും ദൈവികവുമായ പ്രവൃത്തിയായിരുന്നു. അമ്മമാർ അവരുടെ അനുഭവത്തിൽ നിന്ന് പേരുകൾ നൽകിയപ്പോൾ പിതാക്കന്മാർ ദൈവിക ഉടമ്പടിയുടെ ഭാഗമായി പേരുകൾ നൽകി. കൂടാതെ ദൈവം ചിലപ്പോൾ കുട്ടികളുടെ ഭാവി ദൗത്യം വെളിപ്പെടുത്തുവാൻ പേര് നൽകിയിരുന്നു. യാക്കോബ് തൻ്റെ ഇളയ കുട്ടിക്ക് ബെഞ്ചമിൻ എന്ന് പേര് മാറ്റുന്നത് തൻ്റെ മകനെ പ്രത്യാശയോടെ അനുഗ്രഹിക്കുവാനുള്ള ഒരു പിതാവിൻ്റെ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവൻ്റെ ജീവിതം ദുഃഖത്താലല്ല ശക്തിയാലാണ് നിർവചിക്കപ്പെടേണ്ടതെന്ന് ഉറപ്പാക്കുന്നു. ഇസ്രായേൽ ചരിത്രത്തിൽ ബെഞ്ചമിൻ്റെ ആദരണീയമായ പങ്കിൽ ഈ അനുഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് യഹൂദ പാരമ്പര്യം സ്ഥിരീകരിക്കുന്നു. റാഹേലിൻ്റെ നഷ്ടത്തിൽ ദുഃഖിച്ച യാക്കോബ് ഈ കുട്ടിയുടെ മേൽ തൻ്റെ സ്നേഹം ചൊരിഞ്ഞു. ജോസഫ് തെറ്റിദ്ധരിക്കപ്പെട്ടതിന് ശേഷം യാക്കോബിന് റാഹേലുമായുള്ള ഏക കണ്ണി ബെഞ്ചമിനായിരുന്നു. അതിനാൽ യാക്കോബ് അവനെ വളരെയധികം വിലമതിക്കുകയും അങ്ങേയറ്റം സംരക്ഷിക്കുകയും ചെയ്തു. ദേശത്തുടനീളം ക്ഷാമം പടർന്നു പിടിക്കുകയും യാക്കോബിൻ്റെ ഭവനത്തിൽ പട്ടിണി അതികഠിനമാവുകയും ചെയ്തപ്പോൾ അവൻ തൻ്റെ മക്കളെ ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് അയച്ചു. എന്നാൽ തൻ്റെ ഇളയ ഓമനപുത്രനെ അവൻ ആ കൂടെ അയച്ചില്ല. കാരണം താൻ ഏറ്റവും സ്നേഹിച്ച ഭാര്യയായ റാഹേലിൻ്റെ അവസാനത്തെ കണ്ണിയായിരുന്നു അവൻ. പ്രസവ സമയത്തെ അവളുടെ മരണത്തിൻ്റെ ഓർമ്മ എന്നേക്കുമായി ബെഞ്ചമിനുമായി ബന്ധപ്പെട്ടിരുന്നു. റാഹേലിൻ്റെ
ആദ്യജാതനായ ജോസഫിനെ വന്യമൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് യാക്കോബ് തെറ്റിദ്ധരിച്ച് ദുഃഖിതനായി നീറിക്കഴിഞ്ഞിരുന്നു. ബെഞ്ചമിനെ നഷ്ടപ്പെടുക എന്നത് യാക്കോബിന് അസഹനീയമായിരുന്നു. അതിനാൽ അവന് ഏറെ സുരക്ഷിതത്വം നൽകുന്നതിൻ്റെ ഭാഗമായി മറ്റു മക്കൾ ഈജിപ്തിലേക്ക് ദീർഘയാത്ര നടത്തിയപ്പോൾ യാക്കോബ് ബെഞ്ചമിനെ തന്നോടൊപ്പം ജാഗ്രതയോടെ വീട്ടിൽ നിർത്തി. അത് വെറും പക്ഷപാതമായിരുന്നില്ല, മറിച്ച് വളരെ നഷ്ടം നേരിട്ട ഒരു പിതാവിൻ്റെ തീവ്ര സംരക്ഷണമായിരുന്നു. യാക്കോബിന് ബെഞ്ചമിൻ അവൻ്റെ ഇളയപുത്രൻ മാത്രമായിരുന്നില്ല, അവൻ അപകടപ്പെടുത്താനാവാത്ത നിധിയും തൻ്റെ വലതുകരത്തിൻ്റെ കുട്ടിയുമായിരുന്നു. ധാന്യം വാങ്ങാൻ വന്നപ്പോൾ ഈജിപ്തിലെ ഗവർണറായിരുന്ന ജോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അവൻ അവരോട് പരുഷമായി സംസാരിക്കുകയും അവർ ചാരന്മാരാണെന്ന് മനഃപൂർവ്വം ആരോപിക്കുകയും ചെയ്തു. തുടർന്ന് അവന് ഒരു നിബന്ധന വെച്ചു. അവരുടെ സത്യസന്ധത തെളിയിക്കുവാൻ അവർ അവരുടെ ഇളയ സഹോദരനായ ബെഞ്ചമിനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ഉൽപ്പത്തി പുസ്തകം 42:15 ജോസഫിൻ്റെ ഈ കൽപ്പന പ്രകാരം ബെഞ്ചമിൻ തങ്ങളോടൊപ്പം ഈജിപ്തിലേക്ക് പോകണമെന്ന് സഹോദരന്മാർ നിർബന്ധിച്ചപ്പോൾ യാക്കോബ് മടിച്ചു നിന്നതിൻ്റെ കാരണം തൻ്റെ ഏക ആശ്വാസമായ ആ മകൻ നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു. ക്ഷാമത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്കും റാഹേലിൻ്റെ അവസാന മകനെ തന്നിൽ നിന്നും എന്നേക്കുമായി എടുക്കുമോ എന്ന ഭയത്തിനും ഇടയിൽ യാക്കോബ് മാനസിക പിരിമുറുക്കത്തിലായി. ജോസഫ് ഈ ആവശ്യം ഉന്നയിച്ചതിൻ്റെ കാരണം അവരെ പരീക്ഷിക്കുക എന്നത് മാത്രമായിരുന്നില്ല, തൻ്റെ സഹോദരന്മാർ അന്നു മുതൽ മാറിയിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അവർ തന്നെ അസൂയ മൂലം ഒരിക്കൽ അടിമയായി വിറ്റു. റാഹേലിൻ്റെ മറ്റൊരു മകനായ ബെഞ്ചമിനെ അവർ ഇപ്പോൾ സംരക്ഷിക്കുമോ, അതോ തന്നെ ഉപേക്ഷിച്ചതുപോലെ വീണ്ടും പ്രവർത്തിക്കുമോ, അത് അവന് അറിയേണ്ടിയിരുന്നു. ജോസഫിന് ബെഞ്ചമിനോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. കാരണം തൻ്റെ അമ്മ റാഹേലിൽ അവനുള്ള ഏക സഹോദരൻ ബെഞ്ചമിനായിരുന്നല്ലോ. അവനെ വീണ്ടും എത്രയും വേഗം കാണുവാൻ ജോസഫ് അതിയായി ആഗ്രഹിച്ചു. ബെഞ്ചമിനെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ തൻ്റെ മുഴുവൻ കുടുംബത്തെയും ഫലസമൃദ്ധമായ ഈജിപ്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുവാനുള്ള മാർഗം ജോസഫ് സൃഷ്ടിക്കുകയായിരുന്നു. അത് ഒരു കർശന കൽപ്പന പോലെ തോന്നിയെങ്കിലും അത് അനുരഞ്ജനത്തിൻ്റെയും പുനഃസമാഗമത്തിനുള്ള ദൈവിക പദ്ധതിയുടെയും ഭാഗമായിരുന്നു. അത് സത്യസന്ധതയുടെ ഒരു പരീക്ഷണത്തെക്കാൾ കൂടുതലായി ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണത്തിനുള്ള പാത തെളിയിച്ചു. തൻ്റെ ഇളയ മകനെ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ബെഞ്ചമിനെ ഈജിപ്തിലേക്ക് അയക്കാൻ ആദ്യം യാക്കോബ് വിസമ്മതിച്ചെങ്കിലും അവരുടെ ഭക്ഷണം തീർന്നു പോയപ്പോൾ മറ്റു മാർഗമില്ലാതായി. ബെഞ്ചമിൻ്റെ സുരക്ഷിതയ്ക്കായി യൂദാ സ്വന്തം ജീവൻ പണയം വയ്ക്കാൻ തയ്യാറായി. ആ ഉറപ്പിൽ യാക്കോബ് മനസ്സില്ലാ മനസ്സോടെ ബെഞ്ചമിനെ പോകാൻ അനുവദിച്ചു. ഉൽപ്പത്തി പുസ്തകം 43 8 മുതൽ 14 വരെ വാക്യങ്ങൾ. ഒടുവിൽ ബെഞ്ചമിൻ ജോസഫിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം വികാരഭരിതനായി. 20 വർഷത്തിലേറെയായി താൻ കാണാതിരുന്ന തൻ്റെ ഇളയ സഹോദരനെ കണ്ടപ്പോൾ ജോസഫ് മറ്റൊരു മുറിയിലേക്ക് തിടുക്കപ്പെട്ടു പോയി പൊട്ടിക്കരഞ്ഞു. തുടർന്ന് നൽകിയ വിരുന്നിൽ സഹോദരന്മാരുടേതിനേക്കാൾ 5 ഇരട്ടി ഭക്ഷണം ബെഞ്ചമിന് നൽകിക്കൊണ്ട് ജോസഫ് അവനോട് പ്രത്യേക പ്രീതി കാണിച്ചു. ഉൽപ്പത്തി 43 34 പിന്നീട് ജോസഫ് തൻ്റെ വെള്ളി പാനപാത്രം രഹസ്യമായി ബെഞ്ചമിൻ്റെ ചാക്കിൽ വെച്ചപ്പോഴാണ് യഥാർത്ഥ പരീക്ഷണം നടന്നത്. മനഃപൂർവ്വം മോഷണക്കുറ്റം ചുമത്തി ബെഞ്ചമിനെ അടിമത്തത്തിലേക്ക് വിധിച്ചു. ഈ ഘട്ടത്തിൽ യൂദാ മുന്നോട്ട് വന്ന് ബെഞ്ചമിന് പകരം അടിമത്തം ഏറ്റെടുക്കാൻ സന്നദ്ധനായി. ബെഞ്ചമിൻ മടങ്ങിച്ചെന്നില്ലെങ്കിൽ അത് അവരുടെ പിതാവായ യാക്കോബിൻ്റെ മരണത്തിന് കാരണമാകുമെന്ന് അവൻ പറഞ്ഞു. ഉൽപ്പത്തി 44 30 മുതൽ 34 വരെ വാക്യങ്ങൾ. ഈ ആത്മത്യാഗ സന്നദ്ധത ജോസഫിൻ്റെ ഹൃദയത്തെ തരളിതമാക്കി. അവൻ തൻ്റെ വ്യക്തിത്വം സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി. ബെഞ്ചമിനെ ആശ്ലേഷിച്ചു, അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉൽപ്പത്തി 45 14 ബെഞ്ചമിനിലൂടെ അനുരഞ്ജനം സാധ്യമാകുകയും അവരുടെ കുടുംബബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ബെഞ്ചമിൻ്റെ പിൻഗാമികൾ ബെഞ്ചമിൻ ഗോത്രമായി മാറി. അവർക്ക് യൂദയായുടെ വടക്ക് ഭാഗത്തുള്ള ഭൂമി അവകാശമായി ലഭിച്ചു. ചെറുതാണെങ്കിലും ആ ദേശം തന്ത്രപ്രധാനമായിരുന്നു. വിശേഷ അത് ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശമായിരുന്നു. യാക്കോബ് ബെഞ്ചമിനെ ഒരു ആർത്തിയുള്ള ചെന്നായി ആയി അനുഗ്രഹിച്ചിരുന്നു. അവൻ രാവിലെ ഇര വിഴുങ്ങുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും. ഉൽപ്പത്തി 49 27 വാക്യം. ആ പ്രവചനത്തിന് അനുസൃതമായി ആ ഗോത്രത്തിൽ ഉഗ്രരായ യോദ്ധാക്കളും ഇടതുകയ്യന്മാരും
ഒരു തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരും ഉണ്ടായിരുന്നു. ന്യായാധിപന്മാർ 20:16 എന്നാൽ ഈ അതുല്യ ശക്തി ചിലപ്പോൾ വിനാശകരമായി മാറി. ന്യായാധിപന്മാരുടെ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ ബെഞ്ചമിൻ ഗോത്രം വംശനാശത്തിൻ്റെ വക്കിലെത്തി. അതിപ്രകാരമാണ്: ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന കാലത്ത് എഫ്രൈം മലനാട്ടിൽ നിന്നുള്ള ഒരു ലേവായൻ തന്നെ ഉപേക്ഷിച്ചു പോയ തൻ്റെ ഉപഭാര്യയായി തിരികെ കൊണ്ടുവരുവാൻ യൂദയായിലെ ബെത്ലഹേമിലേക്ക് വന്നു. അവളുടെ പിതാവിൻ്റെ വീട്ടിൽ ചെന്ന് അവളുമായി അനുരഞ്ജനം നടത്തിയ ശേഷം അവളുടെ പിതാവിൻ്റെ നിർബന്ധപ്രകാരം അവൻ കുറച്ച് ദിവസം അവിടെ താമസിച്ചു. തുടർന്ന് തൻ്റെ വീട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. തൻ്റെ ദാസനോടും ഉപഭാര്യയോടുമൊപ്പം ഉച്ചകഴിഞ്ഞ് യാത്ര ചെയ്ത അദ്ദേഹം സന്ധ്യയോടടുത്തപ്പോൾ ജേബൂസ് അല്ലെങ്കിൽ ജെറുസലേമിൽ എത്തിയെങ്കിലും അതൊരു വിദേശ നഗരമായതിനാൽ അവിടെ വിശ്രമിക്കുന്നത് ഒഴിവാക്കി. പകരം അദ്ദേഹം ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു പട്ടണമായ ഗിബെയയിൽ തങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ അവർക്ക് ആ നഗരവാസികൾ ആരും തങ്ങളുടെ ഭവനത്തിൽ അഭയം നൽകിയില്ല. പട്ടണ ചതുരത്തിൽ കാത്തിരുന്ന അവരെ എഫ്രൈമിൽ നിന്നുള്ള ഒരു വൃദ്ധൻ വയലിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ തൻ്റെ വീട്ടിൽ രാത്രി വിശ്രമത്തിനായി ക്ഷണിച്ചു. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുഴപ്പങ്ങളുണ്ടായി. ഗിബെയയിലെ ദുഷ്ടന്മാർ അവർ വസിച്ചിരുന്ന വീട് വളഞ്ഞു. വാതിലിൽ ഇടിച്ചുകൊണ്ട് ആ ലേവായനെ അപമാനിക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് അവർ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടു. അത്തരമൊരു നീച പ്രവൃത്തി ചെയ്യരുത് എന്ന് വൃദ്ധൻ അവരോട് അപേക്ഷിക്കുകയും പകരം തൻ്റെ കന്യകയായ മകളെയും ലേവ്യൻ്റെ വെപ്പാട്ടിയെയും നൽകാമെന്നും വാഗ്ദാനം ചെയ്തു. പുരുഷന്മാർ അത് നിരസിച്ചു. അതിനാൽ നിരാശയോടെ ലേവ്യൻ തൻ്റെ ഉപഭാര്യയെ പുറത്തേക്ക് തള്ളിവിട്ടു. രാത്രി മുഴുവനും രാവിലെ വരെ അവർ അവളെ ക്രൂരമായി പീഡിപ്പിച്ചു. നേരം പുലർന്നപ്പോൾ ആ സ്ത്രീ തൻ്റെ യജമാനൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് മടങ്ങി. വാതിൽക്കൽ കൈകൾ ഉമ്മരപ്പടിയിൽ വെച്ച് തളർന്ന് നിർജീവയായി കിടന്നു. ലേവ്യൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ അവൾ പ്രവേശന കവാടത്തിൽ വീണ് കിടക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. പക്ഷേ ഉത്തരം ലഭിച്ചില്ല. കാരണം അവൾ മരിച്ചിരുന്നു. ദുഃഖിതനായി അവൻ അവളുടെ ശരീരം തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇസ്രായേലിൻ്റെ മനസ്സാക്ഷി ഉണർത്തുവാൻ ദുഃഖത്തിലും കോപത്തിലും ജ്വലിച്ച ലേവ്യൻ ഞെട്ടിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു. അവനൊരു കത്തിയെടുത്ത് തൻ്റെ ഉപഭാര്യയുടെ ശരീരം 12 കഷണങ്ങളായി മുറിച്ചു. ഗിബെയയിൽ നടന്ന തിന്മയുടെ അടയാളമായി അവൻ ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിനും ഓരോ കഷണം അയച്ചു. അത് കണ്ടവരെല്ലാം പറഞ്ഞു, ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വന്നതിന് ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവേൻ. ന്യായാധിപന്മാർ 19:30 ഈ പ്രവൃത്തി ബെഞ്ചമിൻ ഗോത്രം ചെയ്ത പാപത്തിനെതിരെ ഐക്യത്തോടെ ഒത്തുകൂടുവാൻ മുഴുവൻ ഇസ്രായേൽ ജനതയെയും പ്രേരിപ്പിച്ചു. ലേവ്യൻ്റെ ഞെട്ടിക്കുന്ന പ്രവൃത്തിക്ക് പ്രത്യുത്തരമായി എല്ലാ ഇസ്രായേലും മിസ്പയിൽ ഒത്തുകൂടി. ഗിബെയയിലെ കുറ്റവാളികളെ ബെഞ്ചമിൻ ഗോത്രം തങ്ങൾക്ക് ഏൽപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിനവർ വിസമ്മതിച്ചപ്പോൾ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ബെഞ്ചമിൻ ഗോത്രക്കാർ ആദ്യം 2 തവണ ഇസ്രായേലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആയിരങ്ങളെ കൊന്നൊടുക്കി. എന്നാൽ 3-ാം ദിവസം ദൈവം ഇസ്രായേലിന് വിജയം ഉറപ്പു നൽകി. ഇസ്രായേൽക്കാർ പതിയിരുന്ന് ആക്രമണം നടത്തിക്കൊണ്ട് ഗിബെയയെയും ബെഞ്ചമിൻ സൈന്യത്തെയും നശിപ്പിച്ചു. അവരിൽ 600 പേർ മാത്രമേ റിമോൻ പാറയിലേക്ക് രക്ഷപ്പെട്ടുള്ളൂ. അങ്ങനെ ബെഞ്ചമിൻ ഗോത്രം ഏതാണ്ട് നശിപ്പിക്കപ്പെട്ടു. നീതി നിരസിക്കുകയും പാപം ശിക്ഷിക്കപ്പെടാതെ പോകാൻ അനുവദിക്കുകയും ചെയ്തതിൻ്റെ ദാരുണമായ ഫലമായിരുന്നു അത്. ന്യായാധിപന്മാർ 20-ാം പോരാട്ടത്തിന് ശേഷം ഇസ്രായേൽ ദുഃഖിച്ചു. ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. ന്യായാധിപന്മാർ 21-ാം അവരുടെ ഹൃദയം ദുഃഖത്താൽ ഭാരപ്പെട്ടു. കാരണം ആ രാഷ്ട്രം 11 ഗോത്രങ്ങളല്ല 12 ഗോത്രങ്ങളായിരിക്കേണ്ടതായിരുന്നു. എന്നിരുന്നാലും തങ്ങളുടെ പെൺമക്കളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യയുമായി കൊടുക്കില്ലെന്ന് അവർ നേരത്തെ സത്യം ചെയ്തിരുന്നു. അതിനാൽ എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് അവർ ആലോചിച്ചു. ഗോത്രങ്ങൾ അനുകമ്പാപൂർവം ഒരു വഴി കണ്ടെത്തി. അതിജീവിച്ചവർക്ക് ഭാര്യമാരായി കൊടുക്കുവാൻ അവർ തങ്ങളുടെ ശബ്ദത്തിൽ പങ്കെടുക്കാതിരുന്ന യാബേഷ് വേഗിലയാത് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാരെ കൊണ്ടുവന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ച പുരുഷന്മാർക്ക് നൽകി. എന്നാൽ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾ തികയാതിരുന്നതിനാൽ പിന്നീട് ശീലോയിലെ ഒരു ഉത്സവവേളയിൽ
ശേഷിക്കുന്ന ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് അവരുടെ ഗോത്രം അപ്രത്യക്ഷമാകാതിരിക്കാൻ ഭാര്യമാരെ എടുക്കാൻ അനുവാദം നൽകി. ന്യായാധിപന്മാർ 21 അധ്യായം 12 മുതൽ 23 വരെ വാക്യങ്ങൾ. അങ്ങനെ വംശനാശത്തിൻ്റെ വക്കിൽ നിന്ന് ബെഞ്ചമിൻ ഗോത്രം രക്ഷിക്കപ്പെട്ടു. പാപത്തിൻ്റെയും വിഭജനത്തിൻ്റെയും വിലയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായും ദൈവത്തിൻ്റെ കരുണ തൻ്റെ ജനത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ സാക്ഷ്യമായും അവരുടെ ആ കഥ നിലകൊള്ളുന്നു. ഈ കരിനിഴൽ വീണെങ്കിലും ബെഞ്ചമിൻ ഗോത്രം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ സൃഷ്ടിച്ചു. ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ സാവൂൾ ഒരു ബെഞ്ചമിൻ ഗോത്രക്കാരനായിരുന്നു. സാമുവേൽ 1 പുസ്തകം 9 അധ്യായം 21 വാക്യം. സോളമൻ രാജവാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പിളർന്നപ്പോൾ ബെഞ്ചമിൻ യൂദയ ഗോത്രത്തോടും ദാവീദിന്റെ വംശത്തോടും വിശ്വസ്തരായി തുടർന്നുകൊണ്ട് തെക്കൻ രാജ്യത്തിൻ്റെ ഭാഗമായി. രാജാക്കന്മാർ 1 പുസ്തകം 12 അധ്യായം 21 വാക്യം. ബാബിലോണിയൻ പ്രവാസകാലത്ത് ബെഞ്ചമിൻ ഗോത്രക്കാരായ മൊർദെഖായിയും എസ്തേർ റാഞ്ഞിയും പേർഷ്യയുടെ നാശത്തിൽ നിന്ന് യഹൂദ ജനതയെ രക്ഷിച്ചു. എസ്തേറിൻ്റെ പുസ്തകം 2 അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ വിജാതിയർക്കുള്ള ഏറ്റവും വലിയ മിഷണറിയും അപ്പസ്തോലനുമായ പൗലോസ് അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു, ഞാൻ തന്നെയും അബ്രാഹത്തിൻ്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 1 വാക്യം, ഫിലിപ്പിയർക്കുള്ള ലേഖനം 3 അധ്യായം 5 വാക്യം. അങ്ങനെ ഏറെ ദുഃഖവും വലിയ സന്തോഷവും സമ്മിശ്രമായ ചരിത്രമാണ് ബെഞ്ചമിനുള്ളത്. അതിൽ വംശനാശ സാധ്യതയും അതിൽ നിന്ന് ശ്രദ്ധേയമായ അതിജീവനവും കഠിനമായ വിശ്വസ്തയും ഒടുവിൽ ആദരവും ഇടകലർന്നിരിക്കുന്നു. ഒരിക്കൽ ദുഃഖത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെട്ട ഒരു കുട്ടിയിൽ നിന്ന് അവൻ വലതുകൈയുടെ മകൻ ആയി ഓർമ്മിക്കപ്പെടാൻ തുടങ്ങി. അവൻ്റെ പിൻഗാമികൾ ഇസ്രായേലിൻ്റെയും സഭയുടെയും ചരിത്രത്തിൽ കേന്ദ്ര പങ്കുവഹിച്ചു. യഹൂദ പാരമ്പര്യം ബെഞ്ചമിനെ പ്രത്യേക ബഹുമാനത്തോടെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഗോത്രചിഹ്നം ചെന്നായിയാണ്. അത് ഉഗ്രതയെയും കരുതലിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ചില റബായിമാർ രാവിലെയും വൈകുന്നേരവും എന്ന വിശേഷണമുള്ള ചെന്നായിയെ ബെഞ്ചമിൻ്റെ അതിർത്തിയിലുള്ള ദേവാലയത്തിൽ അർപ്പിക്കുന്ന പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള യാഗങ്ങളുടെ പ്രവചനമായി വ്യാഖ്യാനിച്ചു. യാക്കോബിൻ്റെ പുത്രന്മാരിൽ ബെഞ്ചമിൻ അതുല്യനായിരുന്നുവെന്ന് ബിദ്രാഷ് പറയുന്നു. കാരണം അദ്ദേഹം ഒരിക്കലും ഏശാവിനെ വണങ്ങാതെ അവൻ്റെ സമഗ്രത കാത്തു സൂക്ഷിച്ചു. കാരണം അവൻ അക്കാലത്ത് ജനിച്ചിട്ടില്ലായിരുന്നു. ഗോത്രത്തിലെ ഇടം കയ്യൻ യോദ്ധാക്കൾ അസാധാരണമായ കഴിവിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായി മാറി. ന്യായാധിപന്മാർ 20:16 വാക്യം. മോശ ബെഞ്ചമിൻ ഗോത്രത്തെ ആശീർവദിച്ചു പറഞ്ഞു, കർത്താവിന് പ്രിയപ്പെട്ടവൻ, അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു. അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വലയം ചെയ്യും. അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസമുറപ്പിക്കും. നിയമാവർത്തനം 33 അധ്യായം 12 വാക്യം. ഈ അനുഗ്രഹം നിറവേറ്റിക്കൊണ്ട് ബെഞ്ചമിൻ്റെ പ്രദേശം ദേവാലയത്തിന് ആതിഥേയത്വം വഹിച്ചിരുന്നുവെന്ന് റബായിമാർ ശ്രദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ബെഞ്ചമിൻ്റെ ദേശത്ത് വസിക്കുന്നുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ബെഞ്ചമിൻ്റെ ഗോത്രത്തിൻ്റെ ചരിത്രം ക്രിസ്തീയ ജീവിതത്തിന് സമാനതകൾ നിറഞ്ഞതാണ്. അവർ പാപത്താൽ വംശനാശത്തിൻ്റെ വക്കിലെത്തി. എന്നാൽ കരുണയാൽ വംശം പുനഃസ്ഥാപിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ശിക്ഷണത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമായി ഇതിനെ ക്രൈസ്തവ ജീവിതത്തിലും കാണാം. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഒരിക്കൽ സഭയെ പീഡിപ്പിക്കുന്ന ഒരു ക്രൂര ചെന്നായായി പൗലോസ് വന്നു. എന്നാൽ അദ്ദേഹം പിന്നീട് ദൈവകൃപയാൽ ആത്മാക്കളെ നേടുന്ന യോദ്ധാവും ഇടയനുമായി. ഈ ഗോത്രത്തിൻ്റെ ദേവാലയത്തോടുള്ള സാമീപ്യം ദൈവം തൻ്റെ ജനത്തിനിടയിൽ വസിക്കുന്നുവെന്നും നാം ക്രിസ്തുവിൻ്റെ തോളിൽ കുട്ടികളെപ്പോലെ സുരക്ഷിതമായി വിശ്രമിക്കുന്നുവെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബെഞ്ചമിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഏവയെന്ന് നോക്കാം. 1. ദൈവം ദുഃഖത്തിൽ നിന്ന് പ്രത്യാശ കൊണ്ടുവരുന്നു. റാഹേൽ തൻ്റെ മകനെ എൻ്റെ ദുഃഖത്തിൻ്റെ മകൻ എന്ന് വിളിച്ചു. എന്നാൽ യാക്കോബ് അവനെ എൻ്റെ വലതുകൈയുടെ മകനാക്കി. ദൈവത്തിന് നമ്മുടെ വേദനയെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയും. 2. അന്ധമായ വിശ്വസ്തത നശിപ്പിക്കും. ബെഞ്ചമിൻ ഗിബെയയിലെ ദുഷ്ടന്മാരെ പ്രതിരോധിച്ചു. എന്നാൽ അത് അവരുടെ ഗോത്രത്തെ ഏതാണ്ട് തുടച്ചു നീക്കുകയായിരുന്നു. ഏതാനും കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ ആ ഗോത്രത്തിന് നഷ്ടമായത് ഗോത്രത്തിലെ ഭൂരിപക്ഷത്തെയുമാണ്. വിശ്വസ്തത എല്ലായ്പ്പോഴും സത്യവും നീതിയും വഴി നയിക്കപ്പെടണം. 3. ആരും വീണ്ടെടുപ്പിന് അതീതരല്ല. ബെഞ്ചമിൻ ഗോത്രം വംശനാശത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം
രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും സൃഷ്ടിക്കുന്നതിലേക്ക് ഉയർന്നു. തകർന്നവയെപ്പോലും ദൈവം പുനഃസ്ഥാപിക്കുന്നു. 4 ചെറുതിന് വലിയ സ്വാധീനമുണ്ടാകും. ബെഞ്ചമിൻ ഏറ്റവും ചെറിയ ഗോത്രമായിരുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ അതിൽ നിന്നാണ് സൗൽ രാജാവും എസ്തേറും പൗലോസും വന്നത്. ദൈവം എളിവരെയാണ് വീരകൃത്യങ്ങൾ ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്നത്. 5-ാമത്, തീക്ഷ്ണത രൂപാന്തരപ്പെടണം. ബെഞ്ചമിൻ ഗോത്രക്കാരനായ പൗലോസിനെ പോലെ നാം സഭയെ പീഡിപ്പിക്കരുത്, കെട്ടിപ്പടുക്കണം. സുവിശേഷം നശിപ്പിക്കരുത്, പ്രചരിപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ബെഞ്ചമിൻ്റെ ജീവിതത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ നിന്നാണല്ലോ വലിയ പോരാട്ടങ്ങളും മഹാന്മാരായ വീരന്മാരും വന്നത്. പാപം തകർക്കുന്നതിനെ അങ്ങയുടെ കാരുണ്യം പുനഃസ്ഥാപിക്കുന്നുവെന്ന് അവ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ബെഞ്ചമിനെ പോലെ തീക്ഷ്ണതയുള്ളവരായിരിക്കാനും എന്നാൽ നിൻ്റെ സത്യത്താൽ നയിക്കപ്പെടാനും ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ സ്നേഹത്തിൽ എപ്പോഴും ആശ്രയിച്ച് നിൻ്റെ ചുമലുകൾക്കിടയിൽ ഞങ്ങൾ സുരക്ഷിതരായി വിശ്രമിക്കട്ടെ. ഞങ്ങളുടെ ബലഹീനതകളെ ശക്തിയായും ഞങ്ങളുടെ വിശ്വസ്തതയെ നിന്നോടുള്ള വിശ്വസ്തതയായും മാറ്റണമേ. ആമേൻ.